പുരുഷന്മാരെക്കാട്ടിൽ ആത്മീയ പാതയിലിറങ്ങി മഹാസമാധി എപ്പോഴും അറ്റൻഡ് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. വേഗത്തിൽ അവർക്കാണ് സാധ്യമാവുന്നത്. നമുക്ക് ഓരോ സ്പിരിച്വൽ സീക്കറിൻ്റെ ലക്ഷ്യം മഹാസമാധി നേടുക എന്നുള്ളതാണ്. അല്ലാതെ വേറൊരു ഉദ്ദേശവും അവരെ സംബന്ധിച്ച് നോക്കുമ്പം ഇല്ല. ഞാനിത് പറയാൻ കാരണം തൈപ്പൂയ ദിവസം എനിക്കറിയാവുന്ന യോഗികളിൽ വളരെ വലിയ രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യോഗിനിയാണ് വിജയമ്മ. തൈപ്പൂയ ദിവസം ഈഷയിൽ പോയിട്ടുണ്ടായിരുന്നു. സദ്ഗുരു അത്രയും വൈരാഗ്യത്തിൽ ഒരു കോൺസെൻട്രേഷന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പം ഒപ്പം നിൽക്കുന്ന ഒരാൾക്ക് വളരെ വേഗം അത് സംഭവിക്കും. നോക്കൂ, പലരും അതിനെ പോലും തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നവരുണ്ട്. അതിലൊന്നും അർത്ഥമില്ല, കാര്യമില്ല. സൂക്ഷ്മമായിരിക്കുന്ന തലത്തെ നിങ്ങൾക്ക് സ്പന്ദിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ തീവ്രതയുടേത്. നോക്കൂ, പുരുഷന്മാരെപ്പോഴും സമാധി ആജ്ഞാചക്രത്തിലൂടെയാണ് പോകുന്നത്. എന്നാൽ സ്ത്രീകൾ അവരനാഹതയിലൂടുമാണ്. അപ്പോൾ ഗുരുജി ബ്രഹ്മത്തിലേക്കല്ലേ രണ്ടുപേരും പോകുന്നത്? രണ്ടുപേരും ബ്രഹ്മത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഒരു പുരുഷൻ്റെ ഊർജം അത് ഫെനിമൈൻ എനർജിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുരുഷൻ്റെ ഊർജം എപ്പോഴും പൊട്ടിത്തെറിക്കുന്നതാണ്. അത് പെട്ടെന്ന് ഒരു വൈരാഗ്യത്തിലേക്കും അത് താങ്ങാൻ കഴിയില്ല. പക്ഷെ ഒരു സ്ത്രീയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനാഹതയായതുകൊണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ ആനന്ദം ഒഴിച്ചുകൊണ്ടിരിക്കും. ഒരു യോഗിനി സമാധി പോകുന്നതിൻ്റെ ആ ഒരു തലത്തിൽ നിൽക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഇതിൽ തന്നെ ഒരു മഹായോഗിനിയുണ്ട് ഫൗണ്ടേഷനിൽ. പക്ഷെ അത് പുറത്തേക്കത് അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതറിയാൻ അവർക്കും താല്പര്യമില്ല, അവർ രഹസ്യമായിരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് അവരുടെ പ്രസൻസിലിരുന്നാൽ പോലും നിങ്ങളുടെ കണ്ണിന് എന്തിനാ കരയുന്നതെന്നറിയില്ല, പൊട്ടി 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 കരഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അനാഹതയുടെ രീതി. അവിടെ ഒരു ഇമോഷണലി ഒരു ഭാവനയൊന്നും സൃഷ്ടിച്ചിട്ടല്ല. അത് അനാഹതയുടെ ഒരു രീതി. അതാണ് സദ്ഗുരു അതാണ് മഹത്തേറിയ രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ലിംഗഭൈരവിയാക്കി ഈശയിൽ വെച്ചിരിക്കുന്നത്. നോക്കൂ, എപ്പോഴും സ്ത്രീക്ക് വരുന്ന ഒരു പ്രാധാന്യം, അവർ സാധനയിൽ ഇറങ്ങി അവർക്ക് സമർപ്പിക്കാൻ വളരെ എളുപ്പം സാധിക്കുന്നുണ്ട്. പുരുഷനെ സംബന്ധിച്ച് നോക്കുമ്പം അവൻ്റെ ഈഗോ കളയാൻ കുറേ സമയമെടുക്കും. സ്ത്രീക്ക് അങ്ങനെയല്ല. സമർപ്പണം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നൊരു പ്രക്രിയയാണ്. ചന്ദ്രൻ്റെ ആയിട്ടുള്ള മാതൃത്വം അവർക്ക് പ്രകൃതിയാൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു സ്ത്രീയും പുരുഷനെ നോക്കുമ്പം ഒരു സ്ത്രീക്കൊരു പുരുഷൻ മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കുമ്പം തന്നെ അറിയാൻ കഴിയും. അവിടെ മനസ്സെപ്പോഴും ചന്ദ്രനുമായി ചേർന്നിരിക്കുന്നുണ്ട്. മനസ്സിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. എന്നാൽ പുരുഷന് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. മെല്ലെ 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 സമയമെടുത്തേ പറ്റുള്ളൂ. അതുവരെ അവനെ പ്രകൃതി താഴ്ത്തിയിടാനും വളരെ സാധിക്കും പ്രകൃതി. പക്ഷെ സ്ത്രീക്ക് അങ്ങനെയല്ല. അവൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് തീരുമാനം എടുക്കാനും പെട്ടെന്ന് ഇൻറ്റൻസീവായിട്ട് സാധന ചെയ്യാനും സാധിക്കും. ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ സ്പർശനത്തിൽ അവർ നിന്ന് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 3 ഇയർ കൊണ്ട് തന്നെ മഹാസമാധി അച്ചീവ് ചെയ്യും. അത് ലക്ഷ്യമാണ്. നോക്കൂ, ഈ പ്രകൃതിയുടെ മിത്തിൽ നാം നമ്മെ അറിയാതെ പോകുമ്പം കേൾക്കുന്നവർക്ക് ഇതൊക്കെ ഒരു അസംബന്ധമായി തോന്നാം, ഒരു ഭ്രാന്തായി തോന്നാം. പക്ഷേ ആത്മീയപാതയിലുള്ളവരുടെ ലക്ഷ്യം തന്നെ മഹാസമാധി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഭക്തിയും യോഗവും തമ്മിൽ രാവുപകൽ വ്യത്യാസമുണ്ട്. ഭക്തിക്ക് എന്തെങ്കിലും ഒരു ഭാവന കിട്ടിയാൽ മതി. എന്നാൽ യോഗത്തിന് അങ്ങനല്ല.
ഭാവന ഇല്ലാതായി തീരണം. നോക്കൂ, നമ്മളിപ്പം 1000 കണക്കിന് ആൾക്കാരെ നമുക്ക് ഒരു ദീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിച്ച് നിർത്താൻ കഴിയില്ല. എന്നാൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം അത് ചെയ്യാൻ സാധിക്കും. അത് ഊർജം കൊണ്ടുള്ളൊരു പ്രതിഭാസമാണ്. എപ്പോഴും ഊർജം നമ്മളിൽ ഒരു തവണ സ്പർശിക്കുമ്പോൾ മാത്രമേ ഉണരാൻ പറ്റുള്ളൂ, നമുക്കൊരു തലത്തെ സ്പർശിക്കാൻ പറ്റുള്ളൂ. വാക്കുകളും ചിന്തകളും എല്ലാം ഒതുങ്ങി എന്തൊന്ന് കേൾക്കുമ്പോഴും നിശബ്ദമായി തീരുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതിനാണ് എപ്പോഴും ഊർജത്തിൻ്റെ പ്രാധാന്യം. ഊർജം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ മൊബൈലിൽ എന്തും കണ്ടുകൊണ്ടിരിക്കുവാം, പുറമെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുവാം, ആരെങ്കിലോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാവാം. പക്ഷേ ഈ സമയങ്ങളെല്ലാം നിങ്ങൾ നിശബ്ദമാണ്. നിങ്ങളുടെ ഉള്ളിൽ അലട്ടുന്നൊരു ചിന്തകളും ഉണ്ടാവുന്നില്ല. അതെവിടെ ഇരുന്നാലും അതായിരിക്കണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ യോഗം ആരംഭിക്കുന്നുള്ളൂ. യോഗം ആരംഭിച്ചാൽ മാത്രമേ സമാധിയുടെ പ്രാധാന്യവും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹം എപ്പോഴും ഒരു സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്താൽ അവൾ ശരിക്കും ഒരു ഈശ്വരീയ തുല്യമാണ്. അവിടെ ഊർജം വളരെ വലുതാണ്. ധാരാളം യോഗിനികൾ, ഒരു 100 യോഗിനികൾ ഈ ഒരു സ്റ്റേറ്റിൽ എത്തി നിന്നാൽ തന്നെ ആധ്യാത്മികത എന്നുള്ളത് കുറേ അന്ധകാരത്തിൽ നിന്നും തെറ്റിദ്ധാരണയിൽ നിന്നും മാറി അവരുടെ സ്പർശനം തന്നെ വളരെ വലിയ രീതിയിൽ ഉയർത്താൻ കഴിയുന്നതാണ്. ഇന്നൊരു ക്ഷേത്രത്തിൽ പോലും ഒരു പീരീഡ്സ് വരുമ്പം അവരെ കയറ്റാൻ പാടില്ല. ശിവരാത്രി കുറേ സ്ത്രീകൾ എന്നോട് ചോദിച്ചു, അവർക്ക് പീരീഡ്സ് വരുമ്പം ശിവരാത്രി പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്ത് പ്രശ്നം? ആരാ പറഞ്ഞത് നിങ്ങൾക്ക് ഈശ്വരനിൽ നിന്ന് അകന്ന ദിവസമാണ് ആ ദിനങ്ങൾ? അതിനെ വെച്ച് പൂജിക്കുന്ന ക്ഷേത്രങ്ങൾ പോലുമുണ്ട്, കാമാക്കിയ പോലൊക്കെ ഉള്ളത്. അത്രയും ശ്രേഷ്ഠമേറിയിരിക്കുന്ന ഒരു ഊർജം നിറഞ്ഞിരിക്കുന്ന സമയത്തെ പോലും ആധ്യാത്മികത എന്നുള്ള തെറ്റിദ്ധാരണ ഒത്തിരി എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ കാണിച്ച് പോയി. നോക്കൂ, ആത്മീയത 1000 പേരോ 10000 പേരോ ലക്ഷക്കണക്കിന് പേര് ഒത്തുകൂടുന്നിടത്ത് അവിടെ ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല. വിശ്വാസത്തിന് എപ്പോഴും ആൾക്കൂട്ടം മാത്രം മതി. എന്നാൽ അവരൊന്നും അറിയുന്നില്ല. സാധാ ഒരു യുക്തിവാദിക്കും ഒരു ഭക്തനെയും സംബന്ധിച്ച് നോക്കുമ്പം ഒന്നുമില്ല. രണ്ടുപേരും തലച്ചോറി സൃഷ്ടിക്കുന്ന ചിന്തകളുടെ ഭാവനകൾ മാത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യ ബുദ്ധി. യോഗി തലത്തിലേക്ക് ഉയരുമ്പം ഇതൊന്നുമല്ല ലക്ഷ്യമാവുന്നത്. അവിടം തൊട്ടേ ആധ്യാത്മികത ആരംഭിക്കുന്നുമുള്ളൂ. നോക്കൂ, ഈ മഹാശിവരാത്രിക്കും നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഒരു സ്പർശദീക്ഷ ഊർജത്തിൻ്റെ ഒരു ക്രമീകരണം ഒരുക്കി തരാൻ പറ്റുന്നുണ്ട്. സ്പർശദീക്ഷ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം, ഒരു ഊർജം ക്രമീകരിച്ച് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ എന്താണ് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യമെന്നും വാക്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തീർക്കുന്നതിനുപരി തന്നെ സ്പർശനം കൊണ്ട് ഉയരുന്ന ആധ്യാത്മികത എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നമസ്കാരം.